എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് തറൈൻ യുദ്ധത്തെക്കുറിച്ചിട്ടാണ്. ഗോറി വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ മുഹമ്മദ്. അദ്ദേഹം 1163 അധികാരത്തിലെത്തി. തുർക്കി ഗോത്ര പാരമ്പര്യമനുസരിച്ച് സഹോദരനായിട്ടുള്ള മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറിയെ ഗസ്നിയിലെ ഭരണാധികാരിയായിട്ട് നിയമിച്ചു. ഗിയാസുദ്ദീൻ്റെയും മൊയ്സുദ്ദീൻ്റെയും ഭരണകാലത്ത് ഗോറികളുടെ അധികാരം കൂടുതൽ ഉയരങ്ങളിലെത്തി. മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറിയുടെ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള തുർക്കി രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കാരണമായി. തുടർച്ചയായിട്ടുള്ള സൈനിക നീക്കങ്ങളിലൂടെ സിന്ധിലെ മുൾട്ടാൻ മുതൽ ബംഗാളിലെ ഖൗൾ വരെയുള്ള പ്രദേശം അദ്ദേഹത്തിൻ്റെ കീഴിലായി. ഗസ്നിയിലെ മഹ്മൂദിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിൽ സ്ഥിരമായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു മുഹമ്മദ് ഗോറിയുടെ താൽപ്പര്യം. ആദ്യ ശ്രമത്തിൽ തന്നെ 1175 മുൾട്ടാനും 1176 ഉച്ചും അദ്ദേഹം കീഴടക്കിയിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മുൾട്ടാനും ഉച്ചും കടന്ന് ഗുജറാത്തിലെ നെഹ്റുവായിലയിലെ ഭരണാധികാരിയായിട്ടുള്ള ഭീംദേവിനെ ആക്രമിച്ചു. മൗണ്ട് ആബുവിനടുത്ത് വെച്ച് 1179-78 കാലഘട്ടങ്ങളിൽ നടന്ന യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെട്ടിരുന്നു. പരാജയങ്ങളിൽ തളരാതെ തൊട്ടടുത്ത വർഷം തന്നെ 1979 അദ്ദേഹം പെഷവാർ ആക്രമിച്ചു കീഴടക്കി. പിന്നീട് ചതിയിലൂടെ പഞ്ചാബ് ഭരണാധികാരിയായിട്ടുള്ള ഖുസ്രു മാലിക്കിനെ വധിച്ച് പഞ്ചാബ് കീഴടക്കുകയും പഞ്ചാബ് കീഴടക്കിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം രജപുത്ര രാജ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടലുകൾ നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഉത്തരേന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള പ്രാദേശിക രാജാക്കന്മാരായിട്ടുള്ള ഡൽഹിയിലെ തോമർ, അജ്മീറിലെ ചൗഹാൻ, കനൗജിലെ രഥോർ, ഗുജറാത്തിലെ ബഘേലി, ബീഹാറിലെയും പഞ്ചാബിലെയും പല രാജാക്കന്മാരും ചേർന്നിട്ടൊരു സഖ്യം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് പൃഥ്വിരാജ് ചൗഹാൻ അഥവാ പൃഥ്വിരാജ് മൂന്നാമനായിരുന്നു. താനേശ്വരത്തിനടുത്തുള്ള തറൈൻ എന്ന സ്ഥലത്ത് വെച്ച് 1191 മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറിയുടെയും രജപുത്രരുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഈ സുപ്രധാന യുദ്ധം അറിയപ്പെടുന്നത് ഒന്നാം തറൈൻ യുദ്ധം എന്ന പേരിലാണ്. ഈ യുദ്ധത്തിൽ രജപുത്രർ ജയിക്കുന്നു. എന്നാൽ ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് രാസോ എന്ന ഗ്രന്ഥം പൃഥ്വിരാജിൻ്റെ സൈനിക വിജയങ്ങളെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറി ശക്തമായ സൈന്യവുമായിട്ട് തിരിച്ചെത്തുകയും 1192 രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജിനെ വധിക്കുകയും ചെയ്തു. ഇതോടെ രജപുത്രരുടെ പ്രതിരോധം അവസാനിച്ചു. പിന്നീട് മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറി തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചു. അജ്മീറും ഡൽഹിയും കീഴടക്കിയതിനു ശേഷം സമാന, സരസ്വതി, കപ്ര, ഹൻസി എന്നീ സ്ഥലങ്ങളും അദ്ദേഹം കീഴടക്കുന്നു. പിന്നീട് കീഴടക്കിയ പ്രദേശങ്ങൾ സൈന്യാധിപനായിട്ടുള്ള കുത്തുബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ച് മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറി സ്വന്തം തലസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. ഐബക്ക് 1193 ഡൽഹിയെ തൻ്റെ ആസ്ഥാനമാക്കി മാറ്റുകയും പിന്നീട് സൈനിക ദൗത്യങ്ങൾ തുടരുകയും ചെയ്തു. സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറി സഹോദരനായിട്ടുള്ള ഗിയാസുദ്ദീൻ മുഹമ്മദിൻ്റെ മരണശേഷം രാജാവായി അവരോധിക്കപ്പെട്ടു. എന്നാൽ 1295 നടന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹം തോൽക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് അറിഞ്ഞ ചില ഗഖാർ എന്നറിയപ്പെടുന്ന വിഭാഗം പഞ്ചാബിൽ കലാപം ആരംഭിച്ചു. അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതനാവുകയും കലാപകാരികളെ അടിച്ചമർത്തുകയും ചെയ്തു. കുത്തുബുദ്ദീൻ്റെ സൈന്യത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കലാപം അടിച്ചമർത്തുന്നതിന് സഹായിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്നും ഗസ്നിയിലേക്കുള്ള യാത്രാമധ്യേ ഗഖാർമാർ മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറിയെ വധിക്കുന്നു. ഈ സംഭവവികാസങ്ങൾ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ നേതൃത്വത്തിൽ കീഴടക്കിയ പ്രദേശങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഡൽഹി സൽത്തനറ്റ് സ്ഥാപിക്കുന്നതിലേക്ക് 1206 കാര്യങ്ങൾ നയിച്ചു. മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറിക്ക് പുത്രന്മാരില്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗസ്നിയിലെ ഭരണാധികാരിയായി മാറിയത് അദ്ദേഹത്തിൻ്റെ അടിമകളിൽ പ്രമുഖനായിരുന്ന താജുദ്ദീൻ യാൽദൂസ് ആണ്. മൊയ്സുദ്ദീൻ മുഹമ്മദ് ഗോറിയുടെ മരണസമയത്ത് 1206 തുർക്കികളുടെ പ്രദേശങ്ങൾ ബംഗാളിലെ ലക്നൌത്തി വരെയും രാജസ്ഥാനിലെ അജ്മീർ, രൺഥാംബോർ എന്നിവ വരെയും തെക്ക് ഉജ്ജയിനി വരെയും സിന്ധിലെ മുൾട്ടാൻ ഉച്ച് വരെയും വ്യാപിച്ചിരുന്നു. പുതുതായി സ്ഥാപിക്കപ്പെട്ട സൽത്തനറ്റിന് ആഭ്യന്തരവും ബാഹ്യവുമായിട്ട് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു എന്ന് സതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തേത് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രാദേശിക ഭരണാധികാരികളിൽ നിന്നായിരുന്നു. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് തുർക്കി പ്രഭുക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന വിഭാഗീയതയും അതുവഴി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അസ്ഥിരതയുമായിരുന്നു. മൂന്നാമത്തേതായിട്ടുള്ള അവർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളി എന്ന് പറയുന്നത് മധ്യേഷ്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളുമായിരുന്നു. അത് ഇന്ത്യയെ തന്നെ ബാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മൊയ്സുദ്ദീൻ്റെ മരണശേഷം പെട്ടെന്ന് തന്നെ ഗുരിദ് സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. ഗസ്നിയിലെ അദ്ദേഹത്തിൻ്റെ അടിമകളിൽ ഒരാളായിട്ടുള്ള യാൽദൂസ് അധികാരത്തിലെത്തിയപ്പോൾ മുൾട്ടാൻ ഉച്ച് എന്നിവിടങ്ങളിൽ ഖുബാച്ച എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരടിമയും ഡൽഹിയിൽ കുത്തുബുദ്ദീൻ ഐബക്കും അധികാരത്തിലെത്തി. മംഗോൾ ഭരണാധികാരിയായിട്ടുള്ള ചെങ്കിസ് ഖാൻ്റെ ഭീഷണിയും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഇൽബാരി, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി എന്നീ 5 രാജവംശങ്ങളാണ് സൽത്തനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.